പാലക്കാട് രൂപത 50 വർഷം തികച്ച് ജൂബിലി കൊണ്ടാടുമ്പോൾ, സുവർണ ജൂബിലി കൊണ്ടാടുമ്പോൾ എനിക്ക് പാലക്കാട് രൂപതയെക്കുറിച്ച് എന്നും തോന്നിയിട്ടുള്ള ഒരു ബൈബിൾ ഉപമയുണ്ട്. നമ്മുടെ കർത്താവ് പറഞ്ഞ മനോഹരമായിട്ടുള്ളൊരു ബൈബിൾ ഉപമ. വിത്തുകളിൽ ഏറ്റവും ചെറുതായിരുന്നു കടുകുമണി. പക്ഷെ ഒരു നല്ല കർഷകൻ അത് മണ്ണിലിട്ട് നനച്ച് അതിനെ ശുശ്രൂഷിച്ചപ്പോൾ അത് വളർന്നു വലുതായി, അതിന് ശിഖരങ്ങളായി, അത് ശാഖോപശാഖകളായി, ധാരാളം പറവകൾ അതിൽ കൂടുകൂട്ടി. 50 വർഷം പൂർത്തിയാക്കിയ സിറോ മലബാർ സഭയിലെ ഏറ്റവും കുലീനമായ, ഏറ്റവും പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്ന ഒരു നല്ല രൂപതയാണ് പാലക്കാട് രൂപത. ആയിരത്തി 1974 ജൂൺ മാസം 20-ാം തീയതിയാണ് പാലക്കാട് രൂപതയുടെ സ്ഥാപനത്തിൻ്റെ തിരുവെഴുത്ത് പുറത്തു വരുന്നത്. തൃശ്ശൂർ രൂപതയിൽ നിന്നാണ് പാലക്കാട് രൂപതയെ തിരിച്ചത്. ഞാനിവിടെ അഭിമന്യനായ കുണ്ടുകുളം പിതാവിനെ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുകയാണ്. കുണ്ടുകുളം പിതാവ് ഐതിഹാസികമായിട്ട് എടുത്ത 2 തീരുമാനങ്ങളാണ് 974 പാലക്കാട് രൂപത സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. 978 ഇരിഞ്ഞാലക്കുട രൂപത സ്ഥാപിക്കാൻ കാരണമായത്. അത് രണ്ടും ഇന്ന് ഒരുപക്ഷെ തൃശ്ശൂർ രൂപതയേക്കാൾ വളർന്ന് വലുതായി കഴിഞ്ഞു. ഈ കടുകുമണിയെ നനയ്ക്കാനായിട്ട് ആദ്യം ദൈവം നിയോഗിച്ചത് ഇരുമ്പംപിതാവിനെയാണ്. എനിക്ക് ഒരുപാട് ഹൃദയ അടുപ്പമുള്ള ഇരുമ്പംപിതാവ്. ഞാൻ വെസ്റ്റ് ചെയ്യാനായിട്ട് സങ്കീർത്തിയിൽ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് വന്നപ്പോൾ പള്ളിയിൽ എന്നോട് സെക്രട്ടറി അച്ഛൻ പറഞ്ഞു, ഇതാണ് ഇരുമ്പംപിതാവിൻ്റെ കല്ലറ. ഞാൻ ഉടുപ്പിടുന്നതിന് മുൻപ് അവിടെ മുട്ടുകുത്തി കമിഴ്ന്ന് ഇഷ്ടത്തോടുകൂടി ആ കബറിടം ചുംബിച്ചു. കാരണം പിതാക്കന്മാരിലെ വിശുദ്ധിയുടെ ഒരു നക്ഷത്ര തേജസ്സാണ് ഇരുമ്പംപിതാവിനുള്ളത്. ഇരുമ്പംപിതാവ് പാലക്കാട്ടുകാർക്ക് നൽകിയ ഒരു വലിയ സ്വത്വബോധമുണ്ട്. അതെന്താണെന്നറിയാമോ? കാശുകൊണ്ട് ഒന്നും നടക്കില്ല മക്കളെ, ദൈവത്തിൽ ആശ്രയിക്കുക. ഇന്ന് പാലക്കാട് രൂപത കേരളത്തിലെ കത്തോലിക്ക സഭയുടെ ആത്മീയ നവീകരണത്തിൻ്റെ പവർ ബാങ്കാണ്. ഞാൻ അട്ടപ്പാടിയിലെ സെഹ്യോനെയും മലമ്പുഴയിലെ റിന്യൂവൽ സെന്ററിനെയൊക്കെ മനസ്സിൽ കാണുന്നുണ്ട്. നിങ്ങൾ വലിയ ശക്തിയാണ്. ഇന്ന് ജീവിതത്തിലെ തളർച്ച തോന്നുന്ന ആളുകൾ തളർച്ച മാറ്റാനായിട്ട് കേരളത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നും പുറത്തു നിന്നും പവർ ബാങ്ക് അന്വേഷിച്ച് വരുന്നത് പാലക്കാട് രൂപതയിലെ അട്ടപ്പാടിയിലാണ്. ഞാനത് അവിടുത്തെ അച്ഛന്മാരുടെ വ്യക്തി വൈഭവത്തെക്കാൾ കൂടുതൽ പാലക്കാട് രൂപതയുടെ പുണ്യത്തിൻ്റെ സുഗന്ധമാണ് അട്ടപ്പാടിയിലെ സെഹ്യോൻ. ഈ രൂപത ഏകദേശം 4480 കിലോമീറ്റർ വ്യാപിച്ച് കിടക്കുന്നുണ്ടെന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. സത്യമാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഈ രൂപതയ്ക്ക് പ്രധാനമായിട്ടും സ്ഥാപിതമായപ്പോഴുണ്ടായത് 16 ഇടവകൾ, 8 കുരിശുപള്ളികൾ,
14 ഇടവക വൈദികരെ, 20,000-ഓളം കത്തോലിക്ക വിശ്വാസികൾ, ഒരു ചെറിയ കടുകുമണി. ഇന്ന് പാലക്കാട് രൂപതയിലെ ജനസംഖ്യ നമ്മളുടെ കണക്കുകൾ അനുസരിച്ച് 50,000-ൽ കൂടുതലാണ് കത്തോലിക്കര്. 121 വൈദികരുണ്ട്, 82 ഇടവകളുണ്ട്, 45 ഇടവകളാകാൻ സാധ്യതയുള്ള സ്റ്റേഷൻസ് ഉണ്ട്. പാലക്കാട് രൂപത വളർന്ന് പന്തലിക്കുകയാണ്. 20 വർഷക്കാലം പാലക്കാട്ട് ജീവിച്ച ഇരുമ്പൻ പിതാവ് നമ്മുടെ അഭിമന്യ പിതാക്കന്മാരിലെ വിശുദ്ധിയുടെ സോപാനത്തിലേക്ക് വിളിക്കപ്പെടാൻ അർഹതയുള്ള ഒരു പുണ്യപിതാവായിട്ട് ഞാൻ മനസ്സിൽ കാണുന്നുണ്ട്. ആ പിതാവിൻ്റെ മാധ്യസ്ഥം പാലക്കാട് രൂപതയുടെ ഈ വളക്കൂറുള്ള മണ്ണിൽ പെയ്തിറങ്ങുന്ന വിശുദ്ധിയുടെ മഴയാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. ഇരുമ്പൻ പിതാവിന് ശേഷം സാധാരണയിലേക്കാൾ കൂടുതൽ ദീർഘകാലം ഇത് വേക്കൻസി ആയിട്ട് കിടന്നു. അന്ന് വെളിയത്തിൽ അച്ഛൻ, മോൺസിഞ്ഞോർ വെളിയത്തിൽ അച്ഛനാണ് ഏകദേശം 2.5 കൊല്ലത്തോളം ഈ രൂപതയെ നയിച്ചത്. ഞാൻ അദ്ദേഹത്തെ ഓർക്കുന്നു. കുലീനത്തുള്ള ഒരു മഹാമനസ്കൻ. രണ്ടാമത്തെ ബിഷപ്പാണ് ജേക്കബ് മനത്തോട്ടത്ത് പിതാവ്. അദ്ദേഹം ഏകദേശം 25 വർഷക്കാലം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പാലക്കാട് രൂപത സുവർണ ജൂബിലിക്ക് മുൻപ് പ്രസവിച്ച പൊന്നോമന കുഞ്ഞാണ് രാമനാഥപുരം രൂപത. ഞാൻ പോളാലപ്പാട്ട് പിതാവിനെ ഇവിടെ ഇരുത്തിക്കൊണ്ട് തന്നെ പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പാലക്കാട്ട് നിന്ന് രാമനാഥപുരത്തേക്ക് കൊടുത്ത ഭാഗങ്ങൾ പിന്നീട് അത് കൂട്ടിച്ചേർക്കപ്പെട്ടൊക്കെയുണ്ട്. ഉഴുത് മറിച്ച് പാലക്കാട്ടത്തെ വൈദികരെ വിത്തെറിഞ്ഞ് വളമിട്ട് നനച്ച് പറുദീസയാക്കിയ ഒരു മേഖലയാണ് ഇന്നത്തെ രാമനാഥപുരം രൂപത. ഒരിക്കലും മറക്കാൻ പറ്റുകയില്ല. രാമനാഥപുരം രൂപത ഇന്ന് കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. ആലപ്പാട്ട് പിതാവ് അതിനെ വളർത്താൻ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ വിത്ത് ഗുണമാണ് അതിൻ്റെ 10 ഗുണം. അവിടുത്തെ നന്മ അത് വിത്തിൻ്റെ ഗുണമായിട്ട് ഞാൻ പറയുന്നു. ഞാൻ പാലക്കാട് രൂപതയോട് അവസാനിപ്പിക്കുമ്പോൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ആത്മീയമായിട്ട് കേരള സഭയെ ശക്തിപ്പെടുത്തുന്ന പവർ ബാങ്കാണ്. നിങ്ങളുടെ ആളുകൾ സാധാരണക്കാരും നല്ലൊരു ശതമാനം കർഷകരും സാധുക്കളുമാണ്. പക്ഷെ അവർക്കൊരു പ്രത്യേകതയുണ്ട്. അവരുടെ വിശ്വാസത്തിന് വേണ്ടി അവർ എന്ത് ത്യാഗവും ചെയ്യും. വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നതിൽ അവരെന്നും വളരെ വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. നമ്മൾ ചിലപ്പോഴൊക്കെ ഈ പെട്രോൾ പങ്കിൽ വണ്ടിക്ക് ഡീസൽ അടിക്കാൻ ചെല്ലുമ്പോൾ അവിടെ എഴുതി വെക്കുന്ന ഒരു പരസ്യം കണ്ടിട്ടുണ്ട്. അത് വളരെ സത്യമാണ്. ഇവിടുത്തെ പമ്പ് എക്സ്ട്രാ മൈല് കിട്ടുന്ന പമ്പാണ്. സിറോ മലബാർ സഭയിലെ എക്സ്ട്രാ മൈൽ കൊടുക്കുന്ന ഒരു ദൈവജനത്തിൻ്റെ വലിയ കൂട്ടായ്മയാണ് പാലക്കാട് രൂപത. നിങ്ങളുടെ സന്യസ്തരും നിങ്ങളും അൽമായരും വൈദികരും അൽമായരൊക്കെ ചേർന്ന് നടത്തുന്ന താളം തെറ്റാത്ത പിച്ചു പോകാത്ത ഒരു സ്വർഗീയ ലാഹാലാഹ സ്വസ്ത്രഗീതമാണ് പാലക്കാട് രൂപത എന്ന് അഭിമാനത്തോടുകൂടെ ഞാൻ നിങ്ങളോട് പറയുകട്ടെ. നിങ്ങൾക്ക് ഇനിയും ഒരുപാട് ദൈവാനുഗ്രഹം ഉണ്ടാകണം. എനിക്ക് നിങ്ങളൊരു നിർദ്ദേശമുണ്ട്. നിങ്ങൾ പഞ്ചാബിലേക്ക് പോയിട്ടുണ്ട്.
പഞ്ചാബിലെ നിങ്ങൾ കഠിനമായിട്ട് അധ്വാനിക്കുന്നുണ്ട്. 5ഓളം അച്ഛന്മാർ പാലക്കാട് നിന്ന് പഞ്ചാബിലേക്ക് പോയിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, സീറോ മലബാർ സഭയ്ക്ക് ഇന്ത്യ മുഴുവനും ഇന്ന് അതിർത്തികൾ വ്യാപിച്ചു. ഗൾഫിലേക്ക് പോകാൻ സീറോ മലബാർ സഭ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മാർപ്പാപ്പയെ കണ്ടപ്പോഴും മാർപ്പാപ്പ എന്നോട് പറഞ്ഞു, ദ നെക്സ്റ്റ് ഹൊറൈസൺ ഓഫ് യുവർ ഗ്രോത്ത് ഷാൽ ബി യുവർ മിഷനറി വർക്ക്. അതുകൊണ്ട് പാലക്കാട്ട് രൂപത ഈ ജൂബിലിയുടെ ഓർമ്മയ്ക്കായിട്ട് കൂടുതൽ കാലം പ്രേക്ഷിത പ്രവർത്തനങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു രൂപതയായിട്ട് തീരാൻ ദൈവം ഇടവരുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മാർ യൗസേപ്പ് പിതാവ് നിങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനാണ്, സാധുവാണ്, സാധാരണക്കാരനാണ്, മരപ്പണി കൊണ്ട് ജീവിച്ച ആളാണ്. പക്ഷേ യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥം നിങ്ങൾക്ക് കോട്ടയും കാവലുമായിരിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.